സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം വയനാട് സ്വദേശിയായ ഒരാൾ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 ആയിരിക്കുന്നു. രോഗം വ്യാപിക്കുമ്പോഴും ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് ആശങ്കയായി തുടരുകയാണ്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ഭയം വേണ്ട എന്ന് പറയുമ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനം ഈ ആളുകൾക്കൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. മാത്രമല്ല പലർക്കും പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൂടി ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നിലവിൽ 8 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളതെന്ന് അറിയുന്നു. ഇപ്പോൾ ഈ അവസാനം വയനാട് സ്വദേശിയുടെ രോഗബാധയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് നന്ദഗോപാൽ ലഭിക്കുന്നത്? ജിൽസി, അതായത് വയനാട് സ്വദേശി ചെന്നൈയിലായിരുന്നു താമസിക്കുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രോഗലക്ഷണങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സയ്ക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്നും മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇദ്ദേഹത്തിന് എവിടെ നിന്നുമാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുപോലെ 8 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കോഴിക്കോട് നിന്നുള്ള 3 പേരും മലപ്പുറത്ത് നിന്നുള്ള 3 പേരും വയനാട് സ്വദേശികളായ 2 പേരുമാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. ഇവർക്കൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ഈ രോഗം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ജല സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നുമാണോ രോഗം വന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഈ സാമ്പിൾ പരിശോധിച്ചതിന്റെ ഫലമൊന്നും തന്നെ ഇപ്പോഴും ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇത് വലിയ ആശങ്കയാകുന്നുണ്ട് എവിടെ നിന്നുമാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ. അതിൽ തന്നെ ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ പറഞ്ഞ കാര്യം, ഈ കുളത്തിൽ നീന്തുന്നവർക്ക്, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ നീന്തുന്നവർക്കാണ് ഈ രോഗം പിടിപെടുന്നത് എന്നുള്ളതാണ്. പക്ഷേ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ചികിത്സയിലുണ്ട്. ഈ കുട്ടി കുളത്തിലൊന്നും തന്നെ കുളിച്ചിട്ടില്ല. കിണറിൽ നിന്നും ഈ കുട്ടിയെ കുളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെ രോഗം വന്നു എന്നുൾപ്പെടെയുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വേണം എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഒപ്പം തന്നെ എന്താണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട പ്രോട്ടോകോൾ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകണമെന്നുള്ള കാര്യവും ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നുവെന്നുള്ളതും ആശങ്ക ഏറ്റുന്ന ഒരു കാര്യമാണ്. ഈ കുട്ടി വെന്റിലേറ്റർ സഹായത്തോടെയാണ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. മറ്റ് ആളുകളുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നുണ്ട്. ഇവർ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുക, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.